राम 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 हरे 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 कृष्ण 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 हरे 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 यन्दू तामसं कृष्ण करुणा चैव यन्दू तामसं कृष्ण कळलीण കൈ തൊഴുന്നേ കൃഷ്ണ കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ കഴലീന കൈ തൊഴുന്നേ കൃഷ്ണ കൃഷ്ണ ശരണാഗതന്മാർ കൃഷ്ണ വരദാനം ചെയ്തു ചെമ്മേ 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 ഗുരുവായൂർ പുരം തന്നിൽ ഗുരുവായൂർ പുരം തന്നിൽ ഗുരുവായൂർ പുരം തന്നിൽ മരുവുമഖില ദുരിതഹരണ ഭഗവൻ ഗുരുവായൂർ പൂരം തന്നിൽ മരുവുമഖില ദുരിതഹരണ ഭഗവൻ കരുണ ചെയ്വാൻ എന്തു താമസം കൃഷ്ണ കഴലീണ കൈ തൊഴുന്നേ കൃഷ്ണ കൃഷ്ണ ഉരുദര ഭവ സിന്ധൗ ദുരിത സഞ്ജയമാകും ഉരുദര ഭവ സിന്ധൗ ദുരിത സഞ്ജയമാകും ഉരുദര ഭവ സിന്ധൗ ദുരിത സഞ്ജയമാകും തീരതന്നിൽ മൂകുന്ന നരതീയവലംബം ഉരുദര ഭവ സിന്ധൗ ദുരിത സഞ്ജയമാകും
മരതീയവലംബം മരതക മണി വർണ്ണൻ മരതക മണി വർണ്ണൻ മരതക മണി വർണ്ണൻ മരതക മണി വർണ്ണൻ ഹരിതനേയന്നു തവ മരതക മണി വർണ്ണൻ ഹരിതനേയന്നു തവ ചരിത വർണ്ണനങ്ങളിൽ സകല മുനികൾ പരവതറിവൻ അധുനാ ചരിത വർണ്ണനങ്ങളിൽ സകല മുനികൾ പരവതറിവൻ അധുനാ തവ ചരിത വർണ്ണനങ്ങളിൽ സകല മുനികൾ പരവതറിവൻ അധുനാ കരുണ ശിവ എന്തു താമസം കൃഷ്ണ കഴലീണ കൈ തോളുന്നേ കൃഷ്ണ 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. തുടങ്ങുന്നതും അല്ലെങ്കിൽ ആദ്യം കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ പാട്ട് തന്നെയാണ്. അതിലേക്കാണ് കൂടുതൽ വലിയൊരു ആകർഷണം അന്ന് തോന്നിയിരുന്നത്. ആ മഹാനുഭാവൻ്റെ ഈ ഒരു 50ാമത്തെ ആ സ്മരണയുടെ വാർഷികം ഇവിടെ സമർപ്പിക്കുമ്പോൾ അതിലൊരു ഭാഗമായിട്ട് തീരാൻ സാധിച്ചു എന്നുള്ളൊരു കൃതാർത്ഥത അതെത്രയാണ് പറഞ്ഞറിയിക്കേണ്ടതെന്നറിയില്ല. എന്തായാലും അതൊക്കെ ഭഗവാന്റെ നിശ്ചയമാണ്. ശിവഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ ഇരുന്ന് പാടുന്നത് പോലെ പൊഴിക്കുന്ന് ഈ ഉണ്ണികൃഷ്ണനായിട്ടുള്ള ഭഗവാന്റെ ആ പാദത്തിലേക്ക് ചേർന്ന ആ പരമഭാഗവതനായിട്ടുള്ള മഹാഭാഗവതനായിട്ടുള്ള ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. ആ ഭാഗവതർ എന്നുള്ള പദത്തിന് യഥാർത്ഥത്തിൽ അർഹത നേടിയിട്ടുള്ള ആൾ തന്നെയാണ് അദ്ദേഹം. ഭാഗവതർ എന്നുള്ള വാക്കിന് അർത്ഥം അത് ഇതുതന്നെയാണ്, സംശയമില്ല. ആ മറ്റേ ഭാഗവതരന്മാരെന്ന് പറയാറുണ്ടെങ്കിലും ഭാഗവതർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് പൂണ്ടി നമ്പൂരിയൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഭാഗവതർ എന്ന് പറഞ്ഞാൽ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരാണ്. അല്ല, അതിൻ്റെ കീഴ്പ്പെട്ടേ ബാക്കിയുള്ളവരൊക്കെ ഉള്ളൂ. ഇനി ഒരാൾ അങ്ങനെ ഉണ്ടാവാനും പോകുന്നില്ല, അത് ഉറപ്പാണ്. 6ാം തമ്പുരാനൊക്കെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. ഭാഗവതർ എന്ന് പറഞ്ഞാൽ ചെമ്പൈ, ബാക്കിയൊക്കെ ഭാ എന്ന് പറയാം, മുഴുവൻ പറയേണ്ട എന്നാണ്. എന്നാൽ ആ സംഗീത കുലപതി എന്ന് തന്നെ ഏത് കാലത്തും മഹത്വത്തോടുകൂടി അറിയപ്പെടുന്ന ഇനിയും അനേകം തലമുറകൾക്ക് വഴികാട്ടിയായിട്ടുള്ള ആ മഹാനുഭാവൻ്റെ പാദങ്ങളിൽ അതാണ് ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു സ്മൃതി മണ്ഡപം തന്നെയാണ് ഇവിടെ. മറ്റ് പല സ്ഥലങ്ങളിലും ഉപാസനകളും ഒക്കെ നടക്കുന്നുണ്ടെങ്കിലും ഈ ഒരു പൂഴിക്കുന്ന അമ്പലത്തിൻ്റെ പ്രത്യേകത അത് പറയേണ്ടത് തന്നെയാണ്. ഈ സന്നിധിയിൽ ഇരുന്നു കൊണ്ടാണ് അല്ലേ ഭഗവത് പാദങ്ങളിലേക്ക് ആ നാമാർച്ചനയോടുകൂടി സംഗീത ഗാനാർച്ചനയുടെ പരമമായിരിക്കുന്ന ലയം സംഭവിച്ചത്. ആ ലയം ഇന്നും
നിലനിൽക്കുന്നുണ്ട്. അതാണ് വരുന്നവർക്കൊക്കെ ആ പരമമായിരിക്കുന്ന ലയത്തെ നൽകി അനുഗ്രഹിക്കുകയാണ് ഉണ്ണികൃഷ്ണനായിട്ടുള്ള ഭഗവാൻ. അത് നമുക്കും ആ ഒരു ഒന്നും അറിയാത്ത നമുക്കും ആ ഒരു ലയം സാധിക്കുന്നുവെങ്കിൽ അത് ഭഗവാന്റെ കാരുണ്യമാണ്. ആ മഹാഭാഗവതൻ്റെ അനുഗ്രഹവും സാന്നിധ്യവും ഇപ്പോഴും ഈ വേദിയിൽ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ്. കാരണം ഭാഗവതം പറയുന്നത് ആരും ഇവിടം വിട്ടു പോകണില്ല, എല്ലാവരും ഇവിടെ തന്നെ വൈകുണ്ഠമായിട്ട് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. വൈകുണ്ഠം ഇവിടെ തന്നെയാണ്. ആ വൈകുണ്ഠത്തിലേക്ക് എത്തിച്ചേർന്ന മഹാനുഭാവന്മാരൊക്കെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ആ മഹാനുഭാവന്മാരെയൊക്കെ ത്യാഗരാജസ്വാമികൾ പാടിയതുപോലെ എന്തരോ മഹാനുഭാവലു എന്നുള്ള ആ ഭാവത്തിൽ നമുക്ക് നമസ്കരിക്കാം. അന്തരിഹി വന്ദനമോ നമ്മുടെ ഹൃദയ സമർപ്പണമാണ്. അന്തരാത്മസ്വരൂപത്തെ തന്നെ, നമ്മുടെ ഹൃദയത്തെ തന്നെ ആ മഹാനുഭാവന്മാരുടെ പാദങ്ങളിൽ, ഭഗവാന്റെ പാദങ്ങളിൽ നമുക്കിത് സമർപ്പിച്ച് വന്ദിക്കാം. കോടി കോടി നമസ്കാരങ്ങൾ ആ മഹാഗുരുനാഥൻ്റെ പാദങ്ങളിൽ സമർപ്പിക്കാം. എല്ലാവർക്കും ആ ഗുരുപരമ്പരകളിലേക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ. അതിന് നമുക്കിത് പ്രാർത്ഥിക്കാം. ഇവിടെ ആ തമ്പുരുവിനും ഭഗവാനും രണ്ടും ഒന്ന് തന്നെയാണ്. അതാണ് മഹാഭാഗവതൻ്റെ ആ വാദ്യോപകരണം ശ്രീകൃഷ്ണ സ്വരൂപം തന്നെയാണ്. അപ്പം ആ ശ്രീകൃഷ്ണ സ്വരൂപത്തെയും ദീപാരാധന ചെയ്ത് യജ്ഞവേദിയിലും ശ്രീഗുരുവായൂരപ്പനെയും ആ മഹാനുഭാവനായിട്ടുള്ള മഹാഗുരുനാഥനെയും ദീപാരാധന ചെയ്ത് നമുക്കിവിടെ സമർപ്പിക്കാം. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ശരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം ഗുരുപവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം നന്ദകുമാര നവനിത ശോര ശരണം മേ തവ ശരണയുഗം യശോദനന്ദന യദുകുല തിലക ശരണം മേ തവ ശരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ശരണയുഗം ഗുരുഭവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ശരണയുഗം ഹരി ശരണം മേ തവ ശരണയുഗം ഹരി ശരണം മേ തവ ശരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ. വൈദ്യനാഥ ഭാഗവതർക്ക് നാദ മാധുര്യത്തെ നൽകിയതായിട്ടുള്ള ഭഗവാൻ നമുക്കൊക്കെ നാമം ജപിക്കാനുള്ള കഴിവ് നൽകി അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിക്കാം. ഭാഗവതം കേൾക്കാനും നാമം ജപിക്കാനും കീർത്തനങ്ങൾ പാടാനും അതിനുള്ള അനുഗ്രഹത്തെ ആ മഹാഗുരുനാഥനും ശ്രീഗുരുവായൂരപ്പനും ഒരുപോലെ നമുക്കൊക്കെ നൽകട്ടെ. ആ പാദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ വന്ന് സാവധാനത്തിൽ പ്രസാദം സ്വീകരിക്കാം.